എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ബി.ജെ.പിയുടെ സ്ഥിരം തന്ത്രമാണ് ജനങ്ങൾക്ക് പൈസ കൊടുക്കുകയും 1000 രൂപയുടെ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് അവരുടെ വോട്ടവകാശത്തെ തന്നെ ഹനിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സമ്പ്രദായം നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ പേര് പിടിച്ചു നടന്ന പത്മജ എന്ന് പറയുന്ന പപ്പിക്കുട്ടി എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി, ഇന്നിപ്പോ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിരുന്ന പപ്പിക്കുട്ടി ഇന്നിപ്പോ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ്. പരാജയം മണത്തുകൊണ്ട്, പരാജയത്തെ മുൻകണ്ട് വിരളി പിടിച്ചിട്ട് കൊണ്ടാണ് പത്മജ ഇവിടെ ഓടി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്കാർ പണമൊഴുക്കുകയാണ്. അയ്യന്തോൾ മേഖല മാത്രമല്ല, തൃശൂർ നിയോജകമണ്ഡലം മുഴുവൻ പണമൊഴുക്കിക്കൊണ്ട് ജനങ്ങളെ വിലക്കി വാങ്ങാനെന്ന മൂഢസ്വപ്നത്തിലാണ് ഇവിടെ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിവിടെ കാർത്തിക ബേക്കറിയുടെ മുന്നിൽ നിന്ന് കൊണ്ട് സംസാരിക്കുന്നത്, ഇവിടെ ശിവരാമപുരം ഉന്നതിയില് 1000കണക്കിന് രൂപയുടെ കിറ്റുകളാണ് സൗജന്യമായിട്ട് വോട്ടുകൾ കിട്ടാൻ വേണ്ടി, ജനങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇവ വിതരണം ചെയ്തത്. കിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന തരത്തിലേക്കുള്ള ഗതാഗത മാർഗം വരെ അവർ ഫ്രീ ആയി കൊടുക്കുന്നു. ഇവിടെ കിറ്റ് കൊടുത്താൽ, കാർഡ് കൊടുത്താൽ അവർക്ക് കിറ്റ് ലഭിക്കുന്നു. പകരം അവർ പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് വേണം, ഞങ്ങളുടെ പത്മജയെ വിജയിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ, കേരള മനസ്സാക്ഷിയെ ഒരു കാരണവശാലും പൈസ കൊണ്ട് വിലക്കി വാങ്ങാൻ ബി.ജെ.പിക്ക് സാധിക്കില്ല എന്നീ അവസരത്തിൽ പറയുകയാണ്. അത് അയ്യന്തോളിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പറയുകയാണ്. ഒരു കാരണവശാലും ഇലക്ഷന് അട്ടിമറിക്കാൻ ബി.ജെ.പിയെ കോൺഗ്രസ് സമ്മതിക്കില്ല. ഇവിടെ രാജന്റെ പല്ലൻ വിജയിച്ചു കയറുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.